ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആമീസ് ക്രിയേഷൻ. അപ്പോൾ നമ്മളിന്ന് ചിമ്മിനി ഡാം കാണാനായിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമുക്ക് പോകാം ഡാമിലേക്ക്. അപ്പോൾ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ വണ്ടിയിലിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാമാണ് കേട്ടോ നമ്മുടെ ചിമ്മിനി ഡാം. പാലക്കാട് കൊച്ചി നാഷണൽ ഹൈവേയിൽ നമ്മുടെ പാലിയേക്കര ടോൾ പ്ലാസ കഴിയുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റിലേക്കുള്ള വഴിയാണ് കേട്ടോ ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴി. രാവിലെ നേരത്തെ തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെയൊക്കെ കൂട്ടി ഞങ്ങൾ ചിമ്മിനി ഡാമിലേക്ക് പുറപ്പെട്ടു. വഴിയുടെ രണ്ട് സൈഡിലും മുളകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഡാമിലേക്ക് പോകാനുള്ള വഴിയുടെ ബോർഡുകൾ വഴിനീളമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഡാമിലേക്ക് പോകാനായിട്ട് വഴി തെറ്റില്ല. റോഡിന്റെ ഇരുവശത്തും മുളകൾ മാത്രമല്ല കേട്ടോ, നിറയെ തേക്ക് മരങ്ങളും കാണാനായിട്ടുണ്ടായിരുന്നു. ഡാം എത്തുന്നതിന് മുന്നേ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ ഒഴുകുന്ന ഒരു അരുവി കണ്ടപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. ടൗണിലെ പൊല്യൂഷനൊക്കെ സഹിച്ചതേ ഇവിടെ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. നല്ല ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് നമുക്ക് കുട്ടികളായിട്ട് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഡാമിൻ്റെ എൻട്രി പോയിന്റിലെത്തി. ഡാമിലെത്തുന്നവർ കയ്യിൽ കുറച്ച് ക്യാഷ് കരുതണം. കാരണം എന്താ വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഗൂഗിൾ പേ ഒന്നും വർക്ക് ആവില്ല. നമ്മളങ്ങനെ എൻട്രി പോയിന്റിൽ നിന്ന് പാസ്സൊക്കെ എടുത്ത് നേരെ കാടിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെയും ട്രാവൽ ചെയ്യാണ്. രാവിലെ നേരത്തെ വന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. കാർ പാർക്കിങ്ങിനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. വിശാലമായ സ്ഥലങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഡാമിലെത്തിയതും ദേ ഊഞ്ഞാൽ കണ്ടപ്പോൾ ഞാൻ ദേ ആമീനെ വെട്ടിച്ചിട്ട് ഓടിപ്പോയിട്ട് ഊഞ്ഞാലിലിരുന്ന് ആടി. അപ്പോൾ ദേ ആമിയും അപ്പുറത്ത് ഊഞ്ഞാലിലിരുന്നിട്ട് ആടുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഹാപ്പി ആയിട്ടോ. അവരും ഊഞ്ഞാലിൽ മാറി മാറി ഇരുന്ന് ആടാനായിട്ട് ദേ ഊഴം നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾ രണ്ടാളും അവർക്ക് ഊഞ്ഞാലൊന്നും കൊടുത്തില്ല. കുക്കുവിനെ പിന്നെ സാത്തി നല്ലോണം നോക്കുന്ന കാരണം എനിക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതേ കൊട്ടവഞ്ചി സവാരിക്കായിട്ട് പോയി. ഒരു കുട്ടവഞ്ചിയിൽ 4 ആൾക്ക് ഇരിക്കാം. 400 രൂപയാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത്. അവിടെ വൈഫൈ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ വൈഫൈ കണക്ഷനിൽ തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും സേഫ്റ്റി ജാക്കറ്റ് ആൾ തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ. കുട്ടികളെ പോലെ ഞങ്ങളും കൊട്ടവഞ്ചിയിൽ ഇരിക്കാനായിട്ട് ഭയങ്കര ത്രിൽഡായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊട്ടവഞ്ചിയിൽ കയറുന്നത്. ഇതിന് മുന്നേ ഞങ്ങൾ പീച്ചി ഡാമിൽ പോയപ്പോൾ കൊട്ടവഞ്ചിയിൽ കയറാനായിട്ട് എനിക്ക് ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. എല്ലാവരും കൂടി കൊട്ടവഞ്ചിയിലൊക്കെ കയറി. നല്ല വെയിൽ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ചെറുതായിട്ട് കുടയൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. കുടയൊക്കെ നിവർത്തിയിട്ടാണ് കൊട്ടവഞ്ചിയിൽ ഇരുന്നത്. കുട്ടികൾക്കും ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അവർ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കൈയിട്ടിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തേക്കൊക്കെ ആക്കിയിട്ട് തെറിപ്പിച്ച് കളിക്കുന്നുണ്ടായിരുന്നു. ആമി ഇതേ സെൽഫി സ്റ്റിക്കും പിടിച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. 400 രൂപയ്ക്ക് 20 മിനിറ്റ് നേരമാണ് കേട്ടോ അവർ ഈ സർവീസ് ചെയ്യുന്നത്. അത് നല്ലൊരു വർത്തായിട്ട് എനിക്ക് തോന്നി. രാവിലെ നേരത്തെ തന്നെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെയിലൊന്നും അടിക്കാണ്ട് രക്ഷപ്പെട്ടു പോകാൻ പറ്റും കേട്ടോ.
അപ്പോൾ ദേ നമ്മുടെ 20 മിനിറ്റിൻ്റെ ട്രാവലിംഗ് കഴിഞ്ഞപ്പോൾ ആള് ചോദിച്ചു ഒന്ന് കറക്കണോന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇത്ര സ്പീഡിൽ കറക്കും എന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. അതേ കുട്ടവഞ്ചിയിൽ കയറി എൻ്റെ തലയൊക്കെ കറങ്ങി. ചേട്ടൻ ദേ കണ്ണടച്ചിട്ടാണ് ഇരിക്കുന്നത്. ആൾക്കും തല കറങ്ങി എന്ന് തോന്നുന്നു. കുട്ടികളൊക്കെ നന്നായി എൻജോയ് ചെയ്തു ഈ ട്രിപ്പ്. അവർക്ക് തലകറക്കമൊന്നും ഉണ്ടായില്ല എന്നാട്ടോ അവർ പറഞ്ഞത്. കുട്ടികളെ പോലെ ഞങ്ങളും കുട്ടവഞ്ചിയിലെ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. കുട്ടവഞ്ചിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിതേ നേരെ ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാമെന്ന് വിചാരിച്ച് പോയപ്പോൾ അവിടെ നിറയെ പൂച്ചെടികളുണ്ടായിരുന്നു. ഒരു വയലറ്റ് കളറിലുള്ള പൂവാണ്. ആ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ അതിൽ നിറച്ച് ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടു. കുക്കുവിന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവൾ ഓരോ ബട്ടർഫ്ലൈനെയും പിടിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. പൂച്ചെടികൾക്കിടയിൽ നിറയെ തൊട്ടാവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ സാത്തി വന്നിട്ട് കുക്കുവിനെ നല്ല കെയർ ചെയ്യുന്നുണ്ട്. താഴത്ത് തൊട്ടാവാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നന്നായി മോളെ കെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ നേരെ ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാമെന്നും പറഞ്ഞിട്ട് ഡാമിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇതേ നല്ല തിരക്കാണ് ഇവിടെ. ആൾക്കാരൊക്കെ ഇതേ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുള്ളൂ. പക്ഷെ നല്ല വെയിലായി തുടങ്ങിയിട്ടോ. നമ്മൾ ഡാമിലേക്ക് വരുമ്പോൾ എപ്പോഴും നേരത്തെ വരണം. എന്നാലാണ് നമുക്ക് ആ ഒരു ഡാമിൻ്റെ ഒരു ഭംഗിയൊക്കെ നന്നായി ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ എല്ലാവരും കൊടയും ചൂടിയിട്ടാണ് നിൽക്കുന്നത്. ഇതേ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ട് തന്നെയുള്ളൂ. നമ്മൾ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് വെയിലാവുന്നതിന് മുന്നേ തന്നെ ഡാമിൻ്റെ വ്യൂ പോയിന്റിലേക്ക് എത്താനായിട്ട് പറ്റി. പിന്നെ ഇവിടെ ട്രക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സൈക്കിൾ സവാരി ഉണ്ട്. കുട്ടികൾ കൂടെ ഉള്ളത് കൊണ്ട് നമുക്ക് 2 പേർക്കും സൈക്കിൾ ചവിട്ടാൻ പറ്റിയില്ല. കുട്ടികളെ നോക്കാനായിട്ടും ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈക്കിൾ സവാരി വേണ്ടാന്ന് വിചാരിച്ചു. ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ ശലഭോദ്യാനും അതുപോലെ തന്നെ ഔഷധോദ്യാനും നക്ഷത്രവനം ഉണ്ടായിരുന്നു. എല്ലാവരുടെയും നക്ഷത്രങ്ങൾ വെച്ചിട്ടുള്ള മരങ്ങളൊക്കെ അവിടെ വെച്ച് പിടിപ്പിച്ചത് കണ്ടു. പക്ഷേ ഈ ശലഭോദ്യാനത്തിൽ അധികം ചിത്രശലഭങ്ങളെ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് നടക്കാനായിട്ട് കുറച്ച് നല്ലതായിരുന്നു. കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ശലഭോദ്യാനത്തിലേക്ക് നടക്കാനായിട്ട് നിന്നില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ കൊട്ടവഞ്ചി സവാരി ഒക്കെ നടത്തി കഴിഞ്ഞതിന് ശേഷം ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോവാണ് കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയാണ്. നല്ല വെയിലത്ത് കൊട്ടവഞ്ചിയിലൊക്കെ പോയതല്ലേ. അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ക്ഷീണമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ വ്യൂ പോയിന്റും കൂടി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ഇടുങ്ങിയ വഴിയിലൂടെയാണ് കേട്ടോ ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് ഡാമിൻ്റെ വ്യൂ പോയിന്റ് കാണാനായിട്ട് ഇത് ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല വ്യൂ ആണ്. വെള്ളം നല്ല ഫോഴ്സിൽ തന്നെ ഡാമിൽ നിന്ന് ഒഴുകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഡാമിൻ്റെ വ്യൂ പോയിന്റ് നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വ്യൂ ആണ് ഇത് കാണാൻ പറ്റുന്നത്. നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നത് താഴത്ത് നല്ല ഭംഗിയിലും മഴവില്ലൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഈ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.